തിരുവനന്തപുരം നേമത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രികയെ ചൊല്ലി തർക്കം. പൂർണ്ണമായ സ്വത്ത് വിവരം സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചില്ലെന്നാണ് ആക്ഷേപം. എന്നാൽ കോൺഗ്രസ് എതിർത്തെങ്കിലും പത്രിക അംഗീകരിക്കുകയായിരുന്നു. സൂക്ഷ്മ പരിശോധനാ വേളയിൽ CPIM മൗനം പാലിച്ചെന്ന് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ കുറ്റപ്പെടുത്തി. 4 ദിവസങ്ങൾക്ക് മുമ്പ് ആ പ്രോപ്പർട്ടിക്ക് 5 ലക്ഷം രൂപ ടാക്സ് അടച്ചു. അപ്പോൾ 5 ലക്ഷം രൂപ കരമടയ്ക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നിങ്ങളുടെ സ്വത്ത് വിവരം, നിങ്ങൾ കോടീശ്വരനാണ്, ശതകോടീശ്വരനാണെങ്കിൽ അത് കാണിക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് കാണിക്കാതിരിക്കുന്നത്? അങ്ങനെ വിൽഫുൾ സപ്രഷൻ, മനഃപൂർവ്വമായിട്ട് രേഖകൾ കാണിക്കാതിരിക്കുന്നത് ഈ പറഞ്ഞ നോമിനേഷൻ വിഡ്രോ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഗ്രൗണ്ടാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഭാവിച്ചത്. ഈ നോമിനേഷൻ വിഡ്രോ ചെയ്യണം എന്നുള്ളത് രേഖകൾ സഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. LDF ഒരു ചെറിയ തുണ്ട് പേപ്പറിൽ പോലും ഒരു ആരോപണം ഉന്നയിച്ചില്ല. ഇത്രയും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരൊന്ന് കൂടെ നിൽക്കണ്ടേ? ഇതൊരു പൊതുവിഷയമല്ലേ, ഒരു ധാർമ്മികതയുടെ വിഷയമല്ലേ? വലിയ ധാർമ്മികതയുടെ അപ്പോസ്റ്റർമാരായി നിൽക്കുന്ന LDFൻ്റെ നേതാക്കൾ, അദ്ദേഹത്തെ അവിടുത്തെ സ്ഥാനാർത്ഥിയോ ഈ വിഷയത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞില്ല. ക്ലിയറാണ്. എന്തായാലും പിന്നീട് LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി സൂക്ഷ്മ പരിശോധന നടക്കുന്ന തൊഴിൽ ഭവനിൽ എത്തി രാജീവ് ചന്ദ്രശേഖറിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് V ശിവൻകുട്ടി പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ വൻതോതിൽ വിവരങ്ങൾ മറച്ചുവെച്ച നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും നിയമവിരുദ്ധമായ ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും LDF ആവശ്യപ്പെടുന്നു. കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ദേശീയ ഇലക്ഷൻ കമ്മീഷണർക്കും പരാതി കൊടുക്കുവാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഈ തർക്കത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ബംഗളൂരുവിലെ ഭൂമിയും വീടും തന്റെ ഉടമസ്ഥതയിലുള്ളതല്ലെന്നാണ് ഈ ആരോപണത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന മറുപടി. ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമാണ്. എങ്ങനെയെങ്കിലും ഈ മുങ്ങുന്ന ഒരു കപ്പൽ, കോൺഗ്രസ് എന്നൊരു മുങ്ങുന്ന കപ്പലിന് എങ്ങനെയെങ്കിലും ജനങ്ങളെ ശ്രദ്ധ തിരിച്ച് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ NDA അല്ലെങ്കിൽ നരേന്ദ്രമോദിജി അല്ലെങ്കിൽ BJPനെ ഇഷ്യൂ ആക്കണം. 3 ദിവസം മുമ്പേ CPMഉം BJPയും തമ്മിലൊരു അന്തർധാരണയുണ്ടെന്ന് ആ പ്രചരണം തുടങ്ങി. ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് കോൺഗ്രസ് ഇത് പറഞ്ഞത് ആദ്യമായിട്ടൊന്നുമല്ല. 2024 ലോക്സഭ ഇലക്ഷനിലും പ്രചരണം നടത്തി. എൻ്റെ വീട്, എൻ്റെ ഇൻകം ടാക്സ്, എൻ്റെ വണ്ടി, എൻ്റെ മലയാളം, എൻ്റെ മുണ്ട്, ഇതെല്ലാമല്ലോ പ്രധാനപ്പെട്ട ഇഷ്യൂസ്. അങ്ങനെ എന്തെങ്കിലും അവരുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കോർട്ട് പോകണം, ഇലക്ഷൻ കമ്മീഷനോട് പോകണം, അവിടെ തീരുമാനിക്കട്ടെ. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. റിനു, എന്താണ് ഈ രാജീവ് ചന്ദ്രശേഖറുടെ പത്രികയെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ഒരു അടിസ്ഥാനം? അതിൽ CPM ആ തർക്കത്തിൽ ഈ പരാതിക്കാർക്കൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ശബരിനാഥൻ ഉയർത്തുന്നുണ്ടല്ലേ? അമൽ, തീർച്ചയായും. അതായത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേമത്ത് വലിയൊരു വാക്പോരിലേക്കാണ് BJPയും കോൺഗ്രസും ഒപ്പം LDFും കടന്നിരിക്കുന്നതെന്ന് തന്നെ പറയാം. രാവിലെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആക്ഷേപം ഉയർന്നതാണ്. ഈ കർണാടകയിലെ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ ഏകദേശം 200 കോടിയോളം രൂപ വരുന്ന സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി ഉയരുന്നത്. മറ്റൊരു കാര്യം, ഇതിന്റെ ടാക്സ് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ തന്നെ അടച്ചു എന്നുള്ളതിന്റെ തെളിവുമായിട്ടാണ് ശബരിനാഥൻ ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്ന തൊഴിൽ ഭവനിലേക്ക് എത്തിയത്. പക്ഷേ പിന്നീട് ഈ പത്രിക അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ശബരിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞത് LDFും അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ LDFിന്റെ ഒരാൾ പോലും ഇതിനെ എതിർക്കുന്ന സാഹചര്യത്തിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ CPMനും BJP ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു ബാന്ധവമാണ് ഇതിന് തെളിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് ആക്ഷേപമായി ഉയർന്നത്. പിന്നീട് മന്ത്രി V ശിവൻകുട്ടി തന്നെ നേരിട്ട് അവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. LDF കാൻഡിഡേറ്റാണ്, അദ്ദേഹവും പറഞ്ഞു കോടതിയെ സമീപിക്കും. ഒപ്പം ഈ ഇലക്ഷൻ കമ്മീഷനെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും സമീപിച്ചുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ നൽകുന്നതെന്ന് പറയുന്നത് തനിക്കെതിരായിട്ടുള്ള ആരോപണം ഇത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ്. തന്റെ വസ്തുവകകൾ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. തെളിവുമായി വരട്ടെ, കോടതിയെ സമീപിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേമത്ത് വലിയ രീതിയിലുള്ള ഒരു വാക്പോരിലേക്ക് പോയിരിക്കുകയാണ് 3 മുന്നണികളും. അമലെ, ശരി റീനു, എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രികയെ ചൊല്ലിയാണ് ഈ തർക്കമുണ്ടായിരിക്കുന്നത്. പൂർണ്ണമായ സ്വത്ത് വിവരം സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആക്ഷേപം. എന്തായാലും LDFും അത്തരമൊരു ആക്ഷേപം സമാനമായ രീതിയിൽ ഇപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട്. നമുക്ക്
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.